ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശിവാനന്ദ, നിത്യക്ക് അണിയാനുള്ള ആഭരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ഏട്ടനൊരു കടമയില്ലേ, അതിപ്പോ ഞാനല്ലേ ചെയ്യേണ്ടത്. മോളെ, മോൾ ഇതൊന്ന് കയ്യിലും കഴുത്തിലൊക്കെ ഒന്ന് ഇട്ടോണ്ട് വന്നേ, ചെറിയച്ഛനൊന്ന് കാണട്ടെ. ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ല, നമുക്ക് പുറത്തു പോയി നോക്കാം. സബ് ജയിലിൽ നിന്ന് റിമാൻഡ് പ്രതി രക്ഷപ്പെട്ടതായി സൂചന. കൊലപാതക കേസിന്റെ വിചാരണയിലുള്ള പ്രതിയാണ് രക്ഷപ്പെട്ടതെന്ന് ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. രക്ഷപ്പെട്ട പ്രതി ആരാണെന്ന് ജയിൽ അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ജയിൽ അധികൃതരുടെ അനാസ്ഥയിൽ രക്ഷപ്പെടുന്ന ഇത്തരം പ്രതികൾ സാധാരണക്കാരുടെ സ്വൈര ജീവിതത്തിന് ഭീഷണിയാകുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. ഇതിനു മുമ്പും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു ജയിൽ ചാടിയ ആൾ. പോലീസിനെ കബളിപ്പിച്ച് നടന്ന പ്രതി. രഘുവേട്ട, ഈ പറഞ്ഞ ജയിലിലല്ലേ ജീവൻ? അതെ സാർ, ഹരിസാറുടെ നിത്യയുടെയും കല്യാണത്തെ പറ്റി அந்த வீணா ஜீவன்கிட்ட சொல்லியிருக்கேன் சார். கண்டிப்பா இந்த விவரம் அவருக்கு தெரிஞ்சிருக்கு சார். சார், ഇത് അവരായിരിക്കും സാർ. രഘുവേട്ട, ഇതിൽ സംശയമൊന്നും വേണ്ട. ജയിലിൽ ചാടിയിരിക്കുന്നത് ജീവൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷം അവൻ ഇവിടെ എത്തും. സംശയിക്കുന്നതിൽ തെറ്റില്ല. പുറത്തുനിന്നും കൃത്യമായ വിവരങ്ങൾ എത്തുന്നുണ്ട്. അവിടെയും വിവാഹത്തിന്റെ വിവരങ്ങൾ എത്തിയിരിക്കും. അപ്പൊ ഈ വിവാഹം മുടക്കാനായി കൃത്യമായിട്ട് അവനെത്തും. നിത്യയുടെ ജീവനാണല്ലോ അവന്റെ ടാർഗറ്റ്. എന്തായാലും തന്റെ കൂട്ടുകാരി ഇത് അയച്ചു തന്നത് നന്നായി. നമുക്കൊന്ന് കരുതിയിരിക്കാമല്ലോ. കണ്ടു രഘുവേട്ട, എല്ലാം സമാധാനമായി ഒത്തുവന്നു പറഞ്ഞ് ഒന്ന് ഉറങ്ങാൻ തുടങ്ങായിരുന്നു നമ്മള്. ആ ഉറക്കം കൂടി അവൻ ഇല്ലാതാക്കിയത് കണ്ടോ? ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അവനാണെങ്കിൽ പോലും നമ്മൾ തീരുമാനിച്ചതിലൊന്നും മാറ്റമില്ല സുജാതെ. ഇനി ഈ കുടുംബത്തിലെ ഒരാളെ അവനെ ആക്രമിക്കാൻ വന്നാ പിന്നെ അവൻ ജീവനോടെ ബാക്കിയുണ്ടാവില്ല. ശരവണ സാർ, ഇന്ന് നമുക്ക് ഉറക്കമില്ല. ഈ 2 വീടുകൾക്കും നമ്മൾ കാവലുണ്ടാവണം. കണ്ടിപ്പാ സാർ. സുജിത പോയി കിടന്നു. ഞങ്ങൾ പുറത്തുണ്ടാവും. എനിക്ക് ജീവനുള്ളപ്പോ നിത്യമോളെ അവൻ തൊടില്ല സുജാതെ. പോയി കിടന്നു. പോങ്കമ്മ. എന്തായി കാര്യങ്ങള്? ഞാൻ പറഞ്ഞതൊക്കെ നീ ചെയ്തില്ലേ? ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞെന്ന് മാറ്റം ഉണ്ടാവരുത്. എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അമ്പലത്തിൽ പോണം. അമ്പലത്തിൽ പോയിട്ട് അവളുടെ കല്യാണം നമുക്ക് മുടക്കണം. 9:30 വിവാഹത്തിന്റെ മുഹൂർത്തം. ക്ഷേത്രത്തിന്റെ അഡ്രസ് ഞാൻ നിനക്ക് ഫോണിൽ അയച്ചു തരാം. മുഹൂർത്തത്തിന് തന്നെ എത്തുമല്ലോ അല്ലേ?
ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടില്ലെന്ന് ഞാൻ പറഞ്ഞു. അമ്മയുടെ വലിയ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത്. മോളുടെ അച്ഛന്റെ. ആഹാ ശിവാനന്ദ, സുജാതെ, എടോ നിത്യമോളെയും കൂട്ടി ഇങ്ങോട്ട് വാ. ആരൊക്കെ വന്നിരിക്കുന്നെന്ന് നോക്ക്. ആ ഇരിക്കിരിക്കെ. പിന്നെ എന്തൊക്കെയാ ശിവാനന്ദ ഓ കാര്യം? ഇങ്ങനെയൊക്കെ പോകും. ആ ഇരിക്കെ. ആ വണ്ടി ഇടയ്ക്കൊന്ന് പണി മുടക്കി. പിന്നെ ഒരു മെക്കാനിക്കിനെ കണ്ട് വണ്ടി ശരിയാക്കി എടുക്കുമ്പോഴേക്കും നേരെ അങ്ങോട്ട് വൈകിപ്പോയി. അത് സാരമില്ലടാ, നമുക്കിറങ്ങാൻ ഇനി ഒരുപാട് സമയമുണ്ട്. ഓ സാറേ വണക്കം. ആ ശരവണേട്ടാ, പോവുത് മാമ. അയ്യോ, ഇത് ഒരുപാടുണ്ടല്ലോ ശരവണ. ഇരിക്കട്ടമ്മ, ആള് കൊഞ്ചം കമ്മിയാണാലും മാരേജ് ഫംഗ്ഷൻ തന്നെ ആ. അല്ല ശിവാനന്ദ സാറേ? അതെ 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 അതെ, നീ പറഞ്ഞ കറക്റ്റാ ശരവണ. ആമാ. ആ മോളെ നിത്യേ, ഞങ്ങൾ പോരുമ്പോ ചന്ദ്രിക ഒരുപാട് കരഞ്ഞു. ഒട്ടും വയ്യാട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടി ചെറിയമ്മയെ കാണാനൊന്ന് വരണം. വരാം. ഇത് നിത്യേച്ചിക്ക് വേണ്ടി അമ്മ തന്നയച്ചതാ. ദാ പിടിക്കേ. ഇത് എന്താ ഇത്? എന്തിനാ ചെറിച്ച ഇതൊക്കെ? ശിവാനന്ദ, നിത്യക്ക് അണിയാനുള്ള ആഭരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ഏട്ടനൊരു കടമയില്ലേ, അതിപ്പോ ഞാനല്ലേ ചെയ്യേണ്ടത്. മോളെ, മോൾ ഇതൊന്ന് കയ്യിലും കഴുത്തിലൊക്കെ ഒന്ന് ഇട്ടോണ്ട് വന്നേ, ചെറിയച്ഛനൊന്ന് കാണട്ടെ. കൊടുങ്ങ. നല്ല ഇருக்கு. ദാ, ഇതുകൂടി അതിന്റെ കൂടെ വെച്ചേക്ക്. മധുര നൊമ്പര